പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടും പ്രത്യേക മാനസികാവസ്ഥയിലും ഒരാൾ പറഞ്ഞ വാക്കുകൾ ഓർത്ത് അയാളെ വെറുക്കരുത്. മനുഷ്യരാണ്, തെറ്റുപറ്റും. അതൊക്കെ ക്ഷമിച്ചും സ്നേഹിച്ചും കഴിയുന്നതാണ് ജീവിതം. നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക. തീരുമാനം ലക്ഷ്യത്തിനെത്തിയതിനു ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി എന്ത് പ്രശ്നങ്ങളെയും നേരിടാൻ തയ്യാറായിരിക്കും. അതല്ല, നിങ്ങൾ എന്തു പറഞ്ഞിട്ടും എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർ നിങ്ങളെ കൂടെ കൂട്ടുന്നില്ല എങ്കിൽ അത് അവർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് അതിനർത്ഥം. ജീവിതത്തിൽ പ്രതിസന്ധികൾ ആവശ്യമാണ്. കാരണം പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴാണ് നാം പുതിയ വഴികൾ തേടുന്നതും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതും. കൂടുതൽ ആൾക്കാരും തങ്ങൾ സന്തോഷവാന്മാരാണ് എന്നതിനേക്കാൾ തങ്ങൾ ദയനീയരാണ് എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്നും നാം എന്ത് പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം. സൂക്ഷിച്ച് വയ്ക്കാവുന്നതിൽ ഏറ്റവും വലിയ സ്വത്ത് ഓർമ്മകൾ മാത്രമാണ്. കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ ഒട്ടും കുറയില്ല. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. ഒരാളുടെ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയങ്ങളാണ്. ഏതൊരു മനുഷ്യൻ്റെ വിജയത്തിന് പുറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും. ജീവിതത്തിൽ തോൽവി അനുഭവപ്പെടുമ്പോഴാണ് മനുഷ്യർ അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്. ചില തോൽവികൾ വലിയൊരു പാഠമാണ്. തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോവുക എന്ന പാഠം. തോൽവി സമ്മതിച്ച് പിന്മാറരുത്. ജീവിതം വളരെ ചെറുതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ്. ആ മരുന്ന് നൽകാൻ കഴിയുന്ന വൈദ്യൻ നിങ്ങൾ തന്നെയാണ്. സ്നേഹത്തിൻ്റെ നിയമങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ നന്നായി മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. കാരണം അവരും അവരുടെ സ്നേഹവും നിഷ്കളങ്കമാണ്. ഉള്ളവരിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും. ഇല്ലാത്തവരിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയവും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്തവരാണ്. പുറമേ നിന്ന് വിലയിരുത്താൻ വളരെ എളുപ്പമാണ്. പക്ഷെ ചില വേദനകളുടെ ആഴം അനുഭവിച്ചറിഞ്ഞവരുടേത് മാത്രമാണ്. സമ്പത്തല്ല, സമാധാനമാണ് മനുഷ്യ ജീവിതം സന്തോഷകരമാക്കുന്നത്. സ്നേഹവും കരുതലുമാണ് ഏറ്റവും വലിയ സമ്പത്ത്. വാശിയൊക്കെ ആവാം, പക്ഷെ കൈവിട്ട് പോകുമെന്ന് ഉറപ്പായാൽ ആരെങ്കിലും ഒരാൾ തോറ്റു കൊടുക്കണം. പിരിയേണ്ടി വന്നാൽ ദുഃഖം ഇരുവർക്കും ഒരുപോലെ ആണ് എന്ന് മറക്കാതിരിക്കുക. ജീവിതത്തിൽ എന്ത് കിട്ടിയില്ല എന്നോർത്ത് നിരാശ വർദ്ധിപ്പിക്കാതെ ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചാലും ശൂന്യമായ കൈകളോടുകൂടിയാണ് ഇവിടം വിടേണ്ടതെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു.